ഹലോ പ്രിയ സുഹൃത്തുക്കളെ, സീനിയർ സഞ്ചാരി തന്റെ സഹയാത്രികരോടൊപ്പം പഹൽഗാം കാഴ്ചകൾക്ക് ശേഷം ചന്ദൻവാരിയിലേക്ക് പോവുകയാണ്. ചന്ദൻവാരിയിലേക്ക് ഒരു 16 കിലോമീറ്ററോളം നമുക്ക് ഈ പഹൽഗാമിൽ നിന്നും യാത്ര ചെയ്തു വേണം അവിടെ എത്തിച്ചേരാൻ. ഏതാണ്ട് നിരപ്പായ ഒരു റോഡാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അധികം കുത്തനെയുള്ള കയറ്റങ്ങളില്ലാത്ത ഒരു റോഡാണ് പഹൽഗാമിൽ നിന്നും ചന്ദൻവാരിയിലേക്ക് നിർമ്മിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 9500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു താഴ്വാര പ്രദേശം. മലകൾ താണ്ടിക്കൊണ്ട് സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും പഹൽഗാമിൽ നിന്നും ചന്ദൻവാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിഡർ നദി അങ്ങനെ ഒഴുകുന്ന കാഴ്ചയാണ് ഈ വലതുവശത്ത് കാണുന്നത്. പഹൽഗാമിൽ നിന്നും തുടങ്ങി ചന്ദൻവാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നദിയാണ് ഇതിലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് അങ്ങനെ വിശാലമായ ഒരു സ്ഥലം കണ്ടു. ഞങ്ങൾ അവിടെ കാർ നിർത്തി. കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇതാ ഗംഭീരമായ പശ്ചാത്തലത്തിൽ നമ്മുടെ സുഹൃത്ത് ജോസിന്റെ ഒരു ഉഗ്രൻ ഫോട്ടോ ഇവിടെ നമുക്ക് എടുക്കാൻ സാധിച്ചിരിക്കുന്നു. അവിടെ ബാക്കിലായിട്ട് നീലമലകളും ഇളനീല ആകാശവും വെളുത്ത പഞ്ഞക്കെട്ട് പോലെയുള്ള മേഘപാളികളുമെല്ലാം ബാക്ക്ഗ്രൗണ്ടായി വരുന്ന രീതിയിൽ മനോഹരമായ ഒരു ഫോട്ടോ എടുത്തു. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് റോഡിലൂടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം റോഡ് കുറുകെ കടക്കാൻ. വലിയ വാഹനങ്ങൾക്ക് ഇവിടെ അങ്ങനെ പ്രവേശനമില്ല. കാറുകളും അതുപോലെ തന്നെ വാനുകളും ഒക്കെയാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പാറക്കെട്ടുകളിൽ തലതല്ലി അങ്ങനെ ചിതറി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം പോലെയാണ് ഇവിടെ ഈ ലിഡർ നദി. ഞങ്ങൾ നടന്ന് അങ്ങോട്ടേക്ക് ലിഡർ നദിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ അങ്ങനെ ക്യാമറയുമായി റോഡിന്റെ മറുപുറത്തേക്ക് നടന്നു. അത് ആ വെള്ളച്ചാട്ടത്തിനരികിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഒരു ഗംഭീരമായ ഒരു കാഴ്ചയാണ്. ആക്ച്വലി ഇത് ഒരു വെള്ളച്ചാട്ടമല്ല, ഒഴുകുന്ന ലിഡർ നദി. ആ നദിയിലുള്ള വിവിധ പാറക്കെട്ടുകൾക്കിടയിൽ കൂടി തലതല്ലി ചിതറി ഒഴുകുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രതീതി നമുക്ക് ഇവിടെ തോന്നും. ഞാനങ്ങനെ റോഡിൽ നിന്നും ഇറങ്ങി നടന്നു. ആ പുഴയോരത്തേക്ക് ഞാൻ നടക്കുകയാണ്. സഹസഞ്ചാരികള് അവിടെ ഒക്കെ വന്നിട്ട് മരത്തടികളിൽ മറ്റും ഇരുന്ന് വളരെ മനോഹരമായ കാഴ്ച ഇവിടെ ആസ്വദിക്കുന്നുണ്ട്. ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ലിഡർ നദിയുടെ ഭാഗം ഈ ഭാഗത്ത് കൂടി ഒഴുകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഹുങ്കാര ശബ്ദത്തോടെ ഈ നദി പണിതിട്ടുള്ള പാലത്തിന്റെ അടിയിൽ കൂടി അപ്പുറത്തേക്ക് പോവുകയാണ്. പഹൽഗാമിൽ നിന്നും വരുന്ന നദി അങ്ങനെ പാറക്കെട്ടുകളിൽ ചിന്നിച്ചിതറി ചന്ദൻവാരിയിലേക്ക് പാലത്തിന്റെ താഴെ കൂടി യാത്ര തുടർന്നു പോവുകയാണ്. അങ്ങ് താഴ്വാരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷ്നാഗ് തടാകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നദിയാണ് ലിഡർ നദി. സമ്മർ സീസണായ ഇപ്പോൾ 11 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 25 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് കാലാവസ്ഥ. യാത്രികർക്ക് വളരെ അനുയോജ്യമായ സീസൺ. പാലക്കാട് നിന്നുള്ള ദമ്പതികളും അവരുടെ 2 ആൺമക്കളും പിന്നെ ഞാനും ജോസും ഡ്രൈവറും മാത്രമാണ് ഈ വാഹനത്തിലുള്ളത്. ജോസ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും റൂംമേറ്റുമായിരുന്നു യാത്രയിൽ. ഞങ്ങളങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. നീലാകാശത്ത് അതാ മേഘക്കീറുകൾ പാറിക്കളിക്കുകയാണ്. അങ്ങകലെ മലനിരകൾ നിരനിരയായി നിൽക്കുന്ന കാഴ്ച. മലകൾ നിറയെ പച്ച പുൽമേടുകൾ. ആ പുൽമേടുകളിൽ കൂടി കൂട്ടമായി പൈൻ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. എന്തൊരു വശ്യതയാർന്ന പ്രകൃതിയാണ് ഇവിടെ. കാശ്മീരിലല്ലാതെ ഇങ്ങനെ ഒരു ദൃശ്യം നമുക്ക് വേറെ എവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ? ഇല്ലേ ഇല്ല. ലിഡർ നദിയുടെ അങ്ങേത്തീരം നിറയെ പൈൻമരക്കാടുകൾ തിങ്ങി നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ഈ പൈൻമരങ്ങളാണോ അതോ പച്ച പുൽമേടുകളാണോ അതോ ഇവ രണ്ടും കൂടിയാണോ കാശ്മീരിനെ ഭംഗി നൽകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കാശ്മീരിന്റെ അതിമനോഹരമായ കാഴ്ച നമുക്ക് ആസ്വാദ്യകരമാവുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്.
അമിർദ നദിക്ക് കുറുകെയുള്ള പാലം കടന്ന് ടവേര കാറ് റഷീദിന്റെ ടവേര കാർ അങ്ങനെ ചീറിപ്പായുകയാണ്. കാശ്മീരി ഡ്രൈവർ റഷീദ് ഭായ് അതിവിദഗ്ധനായ ഒരു ഡ്രൈവർ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗിൽ നിന്നും എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. അതിവേഗത്തിൽ അദ്ദേഹം കാറ് പായിക്കുകയാണ്. ഞാനിതെത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ. ചുറ്റിവളഞ്ഞു പോകുന്ന റോഡാണ് ഇവിടെ. എല്ലാവരും നിശബ്ദരായി താഴ്വരയിലെ ഭംഗികൾ അങ്ങനെ ആസ്വദിച്ച് കാറിൽ കാഴ്ച കണ്ടിരിക്കുകയാണ്. എത്ര കണ്ടാലും മതിവരാത്ത ഭൂമിയാണ് കാശ്മീർ. ഭൂമിയിലെ പർദീസ ഗംഭീരം തന്നെ. തണുത്ത കാറ്റിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള യാത്ര. ഉച്ചയായെങ്കിലും ചെറിയ തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ചില്ലുകൾ തുറന്നിട്ട് കാറിൽ ഇരിക്കുമ്പോൾ ഒട്ടും ചൂടനുഭവപ്പെടുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് കാറ് ഒരു കടയ്ക്ക് മുന്നിൽ നിർത്തി. റഷീദ് ഭായ് എന്തൊക്കെയോ കടക്കാരനോട് ചോദിക്കുന്നുണ്ട്. കാശ്മീരി ഭാഷയിലാണ് സംസാരം. എനിക്കത് ഒട്ടും മനസ്സിലായില്ല. ഇപ്പോൾ ലിഡർ നദിക്ക് പാരലായിട്ടാണ് റോഡ് പോകുന്നത്. ഒന്നിനു പിറകെ മറ്റൊന്നായി കാറുകൾ അങ്ങനെ ചന്ദൻവാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വിന്റർ സീസൺ ഒക്ടോബർ മുതൽ നവംബർ മാസം വരെയാണ്. ആ സമയത്ത് വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ തണുപ്പ് വീശിയടിക്കുന്ന കാറ്റും ഉണ്ടായിരിക്കും. ഇവിടെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റുകൾ പഹൽഗാമിൽ നിന്നും പ്രൈവറ്റ് വണ്ടികൾ വാടകയ്ക്കെടുത്ത് വരേണ്ടതാണ്. ശ്രീനഗറിൽ നിന്നും ജമ്മുവിൽ നിന്നും പഹൽഗാമിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ചന്ദൻവാരിയെ ചന്ദൻവാടി എന്നും വിളിച്ചു വരുന്നു. നവംബർ ടു മെയ് മാസങ്ങളിലാണ് ഇവിടെ കൂടുതൽ മഞ്ഞ് നിറഞ്ഞു കാണുന്നത്. ഗ്ലേഷ്യർ ഉരുകി ലിഡർ നദിയിലേക്ക് വെള്ളം ഒഴുകി പതിക്കുന്ന കാഴ്ച കാണാം. അപ്പോൾ തിരക്കിൽ നിന്ന് അകന്ന് ശാന്തസുന്ദരമായ അന്തരീക്ഷം, വന്യമായ പ്രകൃതി, മരങ്ങൾ, ഭീമാകാരമായ പാറകൾ, മഞ്ഞു മലകൾ, അരുവികൾ, അഗ്രഭാഗം മഞ്ഞുമൂടിയ മലകൾ എന്നിവയെല്ലാം ഈ ചന്ദൻവാരിയുടെ പ്രത്യേകതകളാണ്. അത് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്ന് മാത്രം. നദിക്ക് കുറുകെ നിർമ്മിച്ച പാലങ്ങളും വളരെ വ്യക്തമായി കാണാം. മേഘങ്ങളെ ഉരുമി നിൽക്കുന്ന മലകൾ, മഞ്ഞൊഴുകിയ പാടുകൾ മലനിരകളിൽ വ്യക്തമായി കാണാം. ഇപ്പോൾ സമ്മർ സീസൺ ആണ്. അതുകൊണ്ട് തന്നെ മലകളിൽ മഞ്ഞ് കാണാൻ പറ്റില്ല. ദേശീയ നിലവാരത്തിലാണ് ഇവിടെ റോഡുകൾ പണിതിട്ടുള്ളത്. നല്ല അഭ്യാസിയായ ഡ്രൈവർ തന്നെയാണ് റഷീദ് ഭായ്. അസ്ത്രം തുളച്ചു കയറുന്നത് പോലെ കാർ പായിക്കുകയാണ് റഷീദ്. അല്പം പേടി എനിക്ക് മനസ്സിൽ തോന്നാതിരുന്നില്ല. കാശ്മീരിലെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഭാവങ്ങളാണ്. അവ വ്യത്യസ്ത ഹോൺ മുഴക്കി പായിക്കുകയാണ് കാറിനെ ഡ്രൈവർ റഷീദ്. ചില്ല് തുറന്നിട്ടിരിക്കുന്ന കാറിൽ നിന്നും ഞാൻ ക്യാമറ പുറത്തിട്ട് കാഴ്ചകൾ പിടിച്ചെടുക്കുകയാണ്. ജനപ്രീതി ആർജിച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് ചന്ദൻവാരി. അമർനാഥ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു മഞ്ഞുപാലം ഉണ്ട്. അത് വളരെ പ്രശസ്തി ആർജിച്ചതാണ്. ലിഡർ നദി ഇവിടെ കൂടിയാണ് ഒഴുകി താഴേക്ക് പോകുന്നത്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് അമർനാഥ് യാത്ര. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഗംഭീരമായ ഒരു പിക്നിക് സ്പോട്ട് തന്നെയാണ് ചന്ദൻവാരി. ചന്ദൻവാരി മാർക്കറ്റിന് സമീപമാണ് ഗ്ലേഷ്യർ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സ്ലെഡിങ്ങിന് 500 രൂപ മുതൽ 1000 രൂപ വരെയും കുതിര സവാരിക്ക് 500 രൂപ മുതൽ 1000 രൂപ വരെയുമാണ് ഇവിടുത്തെ ചാർജ്. അതുപോലെ ലിഡർ നദിയിൽ റിവർ റാഫ്റ്റിംഗ്, ബോട്ടിംഗ്, ഫിഷിംഗ് എന്നിവയും ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. ഈ പ്രദേശം സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രീനഗർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. എയർപോർട്ടിൽ നിന്നും ശ്രീനഗർ സിറ്റിയിലേക്ക് 15 കിലോമീറ്റർ
കിലോമീറ്ററും അവിടെ നിന്നും പഹൽഗാമിലേക്ക് 75 കിലോമീറ്ററുമാണ് ദൂരം. പഹൽഗാമിൽ നിന്നും ചന്ദൻവാരിയിലേക്ക് 16 കിലോമീറ്ററും. ചെലവ് കുറഞ്ഞ യാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ വരാം. അവിടെ നിന്നും ശ്രീനഗറിലേക്ക് ടാക്സി പിടിച്ചു വരാവുന്നതാണ്. അതുപോലെ ഏതാനും കുറച്ച് ട്രെയിനുകൾ അനന്തനാഗിലേക്ക് സർവീസ് ഉണ്ട്. അനന്തനാഗ് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ അവിടുന്ന് പഹൽഗാമിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ടെന്റ് ക്യാമ്പിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ചന്ദൻവാരി. മഞ്ഞുകാലത്ത് സ്നോഫാൾസും വളരെയേറെ തണുത്ത കാലാവസ്ഥയും ആയതിനാൽ ഉളൻ ഡ്രസ്സുകൾ കരുതുന്നത് നന്നായിരിക്കും. വിന്റർ സീസണിൽ തിക്ക് ജാക്കറ്റുകൾ, തെർമൽസ്, സ്വെറ്റേഴ്സ്, വാം സോക്സ്, സ്ലിപ്പേഴ്സ്, വാക്കിംഗ് ഷൂസ്, ബൂട്ട്സ് എന്നിവ കരുതുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സമ്മർ സീസണിലാണെങ്കിൽ ഷർട്ട്, ടീഷർട്ട്, ട്രൗസേഴ്സ്, ജീൻസ്, ലോങ് സ്കർട്ട്, മറ്റു വസ്ത്രങ്ങളെല്ലാം തന്നെ അത്യാവശ്യമാണ്. യാത്രയിൽ സ്നാക്സ്, വാട്ടർ ബോട്ടിൽസ്, സൺസ്ക്രീൻ, ലോഷൻ, മോയ്സ്ചറൈസർ, ലിപ് ബാം എന്നിവ കരുതേണ്ടതാണ്. ID പ്രൂഫ്, ടിക്കറ്റുകൾ, പെർമിറ്റുകൾ, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയും സ്വന്തം വണ്ടിയിൽ വരുന്നവരാണെങ്കിൽ കരുതണം. അതുപോലെ തന്നെ മൗണ്ടൻ സിക്നസ് എന്ന അസുഖമുള്ളവർക്ക് അത് ഒഴിവാക്കുന്നതിന് അനുയോജ്യമായ മെഡിസിൻസ് കരുതുന്നത് നല്ലതാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഈ പ്രദേശം വളരെ ക്ലീൻ ആയി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ചന്ദൻവാരിക്ക് അടുത്ത് തന്നെയാണ് ഈ മാമലേശ്വർ ക്ഷേത്രം. ഇതാ ഒട്ടനേകം കഴുതകൾ ഭാരം ചുമന്ന് നിരനിരയായി നടന്നു നീങ്ങുന്നു. പോയിട്ട് വരാന്നറിയാമോ? സാധനം അങ്ങകലെ നിറയെ തികച്ചും കെട്ടിടങ്ങൾ പോലെ നീല കളറിൽ എന്തൊക്കെയോ കാണാം. അതെ, നമ്മളിവിടെ എത്തിപ്പോയി ചന്ദൻവാരിയിൽ. സഞ്ചാരികളുടെ ടെന്റുകളാണ് അവിടെ നിരനിരയായി കാണുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ നിർത്തി. ടവേര അങ്ങനെ അണച്ചുകൊണ്ടിരിക്കുന്നു, ഓട്ടം നിർത്തിയ കുതിരയെ പോലെ. ഞങ്ങൾ കാറിൽ നിന്നും ഇറങ്ങി നടന്നു. ഞാൻ ചുറ്റും നോക്കി. വിശാലമായ കാർ പാർക്കിംഗ് ഗ്രൗണ്ട്. ഞങ്ങളങ്ങനെ നടന്നു താഴ്വാരം ലക്ഷ്യമാക്കി. ഇവിടേക്ക് യാത്ര ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ടൈം മാർച്ച് മുതൽ ഏപ്രിൽ മാസം വരെയാണ്. പഹൽഗാമിൽ നിന്നും അരമണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ചന്ദൻവാരിയിൽ എത്തിച്ചേരാം. പഹൽഗാം ടാക്സി സ്റ്റാൻഡിൽ നിന്നും ടാക്സി വിളിച്ചാൽ ഇവിടേക്ക് നമുക്ക് എത്താം. പഹൽഗാമിൽ നിന്നും ചന്ദൻവാരിയിലേക്ക് ടാക്സികളും വാനുകളും മാത്രമേ ഉള്ളൂ. വലിയ വാഹനങ്ങൾ, ബസ്സുകൾ എന്നിവയ്ക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ഏതാണ്ട് 2000 രൂപ മുതൽ 2500 രൂപ വരെയാണ് ഇവിടേക്കുള്ള ടാക്സി ചാർജ്. അത് യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മാരുതി, ഇക്കോ, ഇന്നോവ, സൈലോ, ടവേര, ടാറ്റ സുമോ, എറ്റിയോസ് മുതലായ വാഹനങ്ങളാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് പോരുന്നതിന് പ്രവേശന ഫീസ് വേണ്ട. ഇവിടെ നിന്നും കടകൾ ആരംഭിക്കുകയാണ്. ലിഡർ നദി വലതുവശത്തുണ്ട്. ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ തന്നെയാണ് ഈ ഭാഗം. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഗംഭീരമായ ഒരു പിക്നിക് സ്പോട്ട് തന്നെയാണ് ചന്ദൻവാരി. ശാന്തസുന്ദരമായ ഒരു പ്രദേശം. തിരക്ക് കുറഞ്ഞ ഒരു താഴ്വരയാണ് ചന്ദൻവാരി. ആരുവാലി, ബൈസറൺ വാലി, ബേതാബ് വാലി എന്നിവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമാണ് ചന്ദൻവാരിയിലേക്ക് എത്തുന്നത്. മഞ്ഞു നിറഞ്ഞ മലകൾ ചുറ്റുപാടും ഉണ്ടാകും വിന്റർ സീസണിൽ. നവംബർ ടു മെയ് മാസങ്ങളിലാണ് മഞ്ഞുകാലം. ഇപ്പോൾ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുമോ എന്ന് സംശയമാണ്. മലകളിൽ നിന്നും മഞ്ഞ് മെൽറ്റ് ചെയ്ത് ലിഡർ നദിയിലേക്ക് പതിക്കുന്നു. അതിസുന്ദരമായ പ്രകൃതി കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ട്രെക്കിങ്ങിനും ഹൈക്കിംഗ്, സ്ലെഡ്ജിംഗ് എന്നിവയ്ക്കും പേരുകേട്ട സ്ഥലം. കുതിരസവാരി നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ചന്ദൻവാരി. കോവർ കഴുതകൾ ഭാരം കയറ്റി മണിയടിച്ച് പോകുന്നുണ്ട്. ചന്ദൻവാരിയിലെ ഒരു ഗ്ലേഷ്യർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഉണ്ടോ എന്ന് നോക്കി ഞാൻ നടക്കുകയാണ്. വേനൽക്കാലമായതിനാൽ അത് കാണാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ട്. മഞ്ഞുകാല വിനോദങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ഗ്ലേഷ്യർ. റോഡിന്റെ ഇരുവശവും നിറയെ കടകളും കെട്ടിടങ്ങളും. നല്ല ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. നടക്കാതെ പറ്റില്ലല്ലോ. ഒട്ടും തിരക്കില്ല. ശാന്തമായ ഒരു സ്ഥലമാണ്. ചന്ദൻവാരി ഒറ്റതിരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം തന്നെ. ആരുവാലിയിലും ബേതാബ് വാലിയിലും
ഇവിടെയും ആളുകൾ ഏറെ എത്താറുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം. ഹാൻഡിക്രാഫ്റ്റ്സ് കടകളുടെ ഒരു നിര ഇവിടെ കാണാം. കരകൗശല വസ്തുക്കളും സുവനീറുകളും വാങ്ങുന്നതിന് ഇത്രയും അനുയോജ്യമായ ഒരു സ്ഥലം വേറെയില്ല. അമർനാഥ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു മഞ്ഞുപാലം ഉണ്ട്. അത് വളരെ പ്രശസ്തിയാർജിച്ചതാണ്. ലിഡർ നദി ഇവിടെ കൂടിയാണ് ഒഴുകി താഴേക്ക് പോകുന്നത്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് അമർനാഥ് യാത്ര. വിവിധ സ്ഥലങ്ങൾ. അമർനാഥ് യാത്രയ്ക്കുള്ള സീസൺ അല്ല ഇപ്പോൾ. ഞാനിപ്പോൾ യാത്ര പോയിരിക്കുന്നത് ഏപ്രിൽ മാസമാണ്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടെ നിന്നും അമർനാഥ് യാത്ര നടക്കുന്നത്. അമർനാഥ് യാത്രയുടെ ബേസ് സ്റ്റേഷനാണ് ഈ ചന്ദൻവാരി. ആ സമയത്ത് ഇവിടെ നിറയെ തീർത്ഥാടകരെ കൊണ്ട് നിറയും. അമർനാഥ് യാത്രയിൽ നമുക്ക് പഞ്ചതർണി നദിയും ശേഷ്നാഗ് തടാകവും കാണാം. പഞ്ചതർണി നദിയിലേക്ക് ഇവിടെ നിന്നും 12 കിലോമീറ്ററും ശേഷ്നാഗ് തടാകത്തിലേക്ക് 23 കിലോമീറ്ററുമാണ് ദൂരം. ഇതാ അമർനാഥ് യാത്രയെക്കുറിച്ച് ഡ്രൈവർ റഷീദ് സംസാരിക്കുന്നു. तो ये अमरनाथ का बारे में अगर जानेगा यहाँ पे जो अपन जो नीले कलर का जो टेंट वगैरह जो मारा है ना, जी जी, ये क्या है? इसका जो हॉस्पिटल वगैरह जो उन लोगों को ठहरने का क्या है वो जो बना के रखा है? ये जो मतलब रखा है ना, जब यात्रा में आता है तो जो ऑफिशियली यात्रा होता है उसमें मेडिसिन चंदनवाड़ी में भी होता है, शेषनाग में भी होता है, पंचतरणी में भी होता है, और केव जहाँ गुफा है वहाँ पर भी रहता है, ऐसा है। और पहलगाम से हम गाड़ी चंदनवाड़ी के ले देता है, चंदनवाड़ी से हम घोड़ा देता है गुफा के लिए, ठीक है। गुफा से वापस चंदनवाड़ी ड्रॉप करता है हमारे घोड़े। और पूरा मतलब अगर यात्रा मतलब ये घोड़ा पे जाएगा तो कितना दिन लगता है उधर जाके आने में? अगर घोड़े पे जाएगा आज सुबह निकलेगा यहाँ से तो 2 बजे 3 बजे दर्शन होगा। ठीक है, ठीक है, ठीक है। तो पंचतरणी में मतलब दोपहर को 3 बजे तक? जी जी, पंचतरणी में नाइट स्टे होगा। तो दूसरा दिन तो नाइट स्टे के लिए अपन क्या वहाँ पे होटल का फैसिलिटी है? जी, हमारा टेंट है वहाँ पे। टेंट जिस टेंट का नाम है होली अमरनाथ ट्रैवल। അപ്പോൾ നമ്മുടെ റഷീദ് ഭായി അമർനാഥ് യാത്രയെക്കുറിച്ച് നമുക്ക് കുറച്ച് വിവരങ്ങൾ പറഞ്ഞു തന്നു. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ സുഹൃത്ത് ജോസ് ഭായി അതിനെ വിശദീകരിച്ച് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കി തരും. പഹൽഗാമാണ് നമുക്ക് ഈ അമർനാഥ് യാത്രയ്ക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പഹൽഗാമിൽ നിന്നും നമ്മൾ ഈ ചന്ദൻവാരിയിലേക്ക്, അപ്പോൾ അവിടെ പഹൽഗാമിൽ വന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. അവിടെ നിന്ന് അതിനുശേഷം നമ്മൾ ഈ ചന്ദൻവാരിയിലേക്ക് വരണം. ചന്ദൻവാരിയിലേക്ക് വരുമ്പോൾ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, മിലിറ്ററിയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. എല്ലാവരും കയറ്റി വിടാറില്ല. കുട്ടികളുടെ ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെന്നില്ല അവരോടൊന്ന് പാസ് ചെയ്ത് വിടും. ചന്ദൻവാലിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഓവർ കഴുത, ശരിക്കും കുതിരയെന്ന് പറയാൻ പറ്റില്ല, കഴുതയല്ല, അതിൻ്റെ ഇതിൽ യാത്ര ചെയ്യേണ്ടി വരും. രാവിലെ ഒരു 8 മണിക്ക് ഇവിടുന്ന് യാത്ര ചെയ്താൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യണം, പിറ്റേ ദിവസം തിരിച്ചു വരും. അങ്ങനെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം വന്നാലും അത് അതിനുള്ള ഹോസ്പിറ്റൽസും കാര്യങ്ങളും അവിടെയുണ്ട്. പോകുന്ന വഴിക്ക് ഗുഹകളുണ്ട്, അവിടെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇത് കാണിക്കും, ഈ കാണിക്കുന്നതല്ല ഇതിൻ്റെ ഉള്ള ടെന്റുകളും ഹോസ്പിറ്റലുകളൊക്കെയാണ് അല്ലേ? ഇത് മെഡിസിൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. യാത്രക്കാർക്ക് താമസിക്കാനുള്ള താമസ സൗകര്യങ്ങളും മെഡിസിൻ ഒക്കെ ഉള്ള ടെന്റുകളും അല്ലേ? ഓക്കെ ഓക്കെ. वो दिखाए ना, वो उसका रेंट रहता है 8,000 प्राइवेट गवर्नमेंट का बहुत फेमस है അമർനാഥ്. പഹൽഗാമിലെ യാത്രക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ റഷീദ് ഭായിയുടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിന്റെ നാം ലിദ്രു റിസാർട്ട്. ഇത് അദ്ദേഹത്തിന്റെ ഹോട്ടലാണ്. पैसा है। पहलगाम में हमारा होटल है, लिद्रू रिजॉर्ट, गाड़ी है, सब कुछ गाड़ी है, होटल है, घोड़ा है, अरेंज कर दे, फुल अरेंज। पहलगाम टू अमरनाथ, अमरनाथ टू बैक पहलगाम, ऑल ओवर नाइट स्टे और ऑल ओवर कश्मीर, श्रीनगर, गुलमर्ग, വിശ്വസ്തമായിട്ട് പുള്ളി എല്ലാ സ്ഥലവും बिल्कुल प्रोवाइड everything. No issue.
അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, ഇതാണ് നമ്മുടെ റഷീദ് ഭായ്. അങ്ങനെ അമർനാഥ് യാത്രയെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ മനസ്സിലാക്കി. റഷീദിനോടൊപ്പം ഞങ്ങൾ തിരികെ യാത്ര തുടർന്നു. അടുത്തതായി ഇനി ആരു വാലിയിലേക്ക് പോകണം. അവിടുത്തെ കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വിശദമായി അടുത്ത വീഡിയോയിൽ ആരു വാലിയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.